ഇവിടെ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള LDFും UDFും. അനിൽ നമ്പ്യാർ ഉന്നയിച്ച ചോദ്യത്തിനെ വീണ്ടും ഒന്ന് ആവർത്തിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവർ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട് കേരളത്തിലെ പരസ്പര പോരടിച്ചുകൊണ്ട് ശത്രുതയിലൂടെ മത്സരിക്കുന്നു. എന്തിന് നിങ്ങൾ ഇങ്ങനെ മത്സരിക്കുന്നു? നിങ്ങൾ പരസ്പര ധാരണയിലൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഈ രണ്ട് കൂട്ടരും പരസ്പര ധാരണയിലൂടെ 20 മണ്ഡലങ്ങളിലേക്ക് നിങ്ങളുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനും മറ്റുള്ളവർക്കൊരു സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ LDFിനും സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ട് മത്സരിപ്പിച്ച് അത് BJPയോട് ഏറ്റുമുട്ടിക്കൊണ്ട് അതല്ലായിരുന്നു നന്നായിരുന്നത്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അനിൽ നമ്പ്യാർ പറഞ്ഞ പോലെ കൈകോർത്തുകൊണ്ട് ഒരു വണ്ടിയുടെ മുകളിൽ പലതരം കൊടികൾ കെട്ടിക്കൊണ്ട് അവിടെ മത്സര രംഗത്ത് നടക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരു കപട പേക്കുത്ത് രാഷ്ട്രീയം നടത്തുന്നു. ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് ഇവിടുത്തെ രണ്ട് മുന്നണികൾ LDFിൻ്റെയും UDFിൻ്റെയും മുന്നണികൾ തുറന്ന് പൊതുസമൂഹത്തിനോട് പറയേണ്ടതാണ്. ഈ പരസ്പര പോരടിച്ചിട്ടുള്ള ഈ മത്സരം ആവശ്യമാണോ എന്നുള്ളതും പറയണം. പിന്നെ മറ്റൊരു കാര്യം, കോഴിക്കോട് വെള്ളിമാടുകുന്ന് റോഡിൻ്റെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതി പറയുന്ന വർഷങ്ങളുമായി. പക്ഷേ ഇന്നും ഒച്ചയെഴുന്ന പോലെ നിൽക്കുന്നതാണ് ഒരവസ്ഥയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. പല കടകളും വെട്ടിമുറിച്ചുകൊണ്ടും പല ആളുകൾക്കും വ്യവസായങ്ങൾ നടത്താൻ കഴിയാത്ത രീതിയിൽ ഇന്ന് നിൽക്കുന്നു. എങ്ങനെ നോക്കിയാലും തിരക്ക് പിടിച്ച് നമ്മുടെ ഈ കോഴിക്കോട് വയനാട് റോഡിൽ എന്തുകൊണ്ട് ഇത്രയും വികസനം നടത്തുന്ന സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇടതുപക്ഷത്തിൻ്റെ ആള് ചേരണം. കോഴിക്കോടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് വികസനത്തിന് ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ച് 1300 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. മേൽപ്പാലമടക്കം ഈ റോഡടക്കമുള്ള മേൽപ്പാലമടക്കം വരുന്ന ഇതെല്ലാം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ ഗവൺമെൻറ് പാശ്ചാത്യ വികസന മേഖലയിൽ ഒരു കാലത്തും ഇല്ലാത്ത ഇടപെടലുകൾ കിഫ്ബി എന്ന സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും വികസന പ്രവർത്തനം കോടതിയിലാണ്. ഞങ്ങളതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഭരണകൂടം അങ്ങനെയാണ്. ആ ഭരണകൂടത്തിന്റെ നയങ്ങളെ ഞങ്ങൾ ആ രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും കോൺഗ്രസ് അല്ലല്ലോ. ഞങ്ങൾ ഏതായാലും പേര് പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ബജറ്റിന് പുറത്തെടുക്കുന്ന ഈ കോടികൾ അതാര് തിരിച്ചടക്കും? അതിനൊക്കെ കൃത്യമായിട്ടുള്ള അതിൻ്റെതായ സംവിധാനങ്ങളുണ്ടല്ലോ. അതൊന്നും കൃത്യമായി അടക്കി ഇത് ഈ നാട്ടിൽ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളുണ്ട്. കോടിക്കണക്കിന് എന്താ കേന്ദ്ര ഗവൺമെൻറ് എവിടുന്നാണ് ഈ പണം എടുക്കുന്നത്? 187 ലക്ഷം കോടി രൂപ നമ്മുടെ രാജ്യം കടക്കണിയിലാണ്. ആ രാജ്യത്തിൻ്റെ കടക്കണിയുടെ ശതമാനക്കണക്കും കേരളത്തിൻ്റെ കടക്കണിയുടെ ശതമാനം വെച്ച് നോക്കിയാൽ അതിൻ്റെ അന്തരം എത്രയാണ്? അപ്പോൾ എവിടുന്ന് ഇടയ്ക്കുമെന്ന് വെച്ചിട്ടാണ് നരേന്ദ്രമോദി വാങ്ങിക്കൂട്ടുന്നത്? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുത്തേ പറ്റൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ. ഇന്ത്യ മുന്നണി ഇത് രൂപീകരിക്കുമ്പോൾ തന്നെ എടുത്തൊരു നിലപാടുണ്ട്. രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യം ഓരോ മനുഷ്യൻ്റെ മനസ്സിലുമുണ്ട്. ഈ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് നാം ഭയപ്പെടുക. ഇന്ത്യയിൽ ഇനിയും വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം ഇല്ലാതാക്കാൻ പോവുക, ഇന്ത്യ എന്ന പേര് മാറ്റാൻ പോവുക, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരിക, ഒരു വിഭാഗത്തെ മുഴുവനും അവിടെ അടിച്ചമർത്തിക്കൊണ്ട് ദേശീയതയുടെ പരിവേഷം നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ ഇല്ലായ്മ ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനവും ഭരണഘടനയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസരത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവിനെ നേരിടാൻ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. ആ സംവിധാനം രൂപീകരിച്ചപ്പോൾ RSSന് എതിരായിക്കൊണ്ടുള്ള വികാരം ഈ കേരളത്തിലില്ല. കേരളത്തിൽ RSSനെ മത്സരിക്കാൻ RSS ഇവിടെ ഒരു ശത്രുവല്ല, BJP ഇവിടെ ഒരു ശത്രുവല്ല. ഇവിടെ കോൺഗ്രസും LDFും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പരസ്പരം മത്സരിക്കാൻ സാധാരണക്കാർ ചോദിക്കുന്നത് അവരുടെ മനസ്സിൽ അവശേഷിക്കുന്ന സംശയം ഇതാണ്, എന്തുകൊണ്ട് ഇത് കേരളത്തിൽ ആപ്ലിക്കബിൾ ആവുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. സംശയമില്ല. എന്താ ആപ്ലിക്കബിൾ ആവാത്തത്? നിങ്ങളെടുത്ത് പരിശോധിച്ച് സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല. അത്തരം BJP ആയിരുന്നു കേരളത്തിൽ ഒരു പക്ഷത്ത് എങ്കിൽ ഇവിടെ യോജിച്ച് BJPനെ പരാജയപ്പെടുത്തുന്നു. ഇവിടെ BJP എന്ത് രാഷ്ട്രീയ പ്രസ്ഥാനമുള്ളത്? ഇവിടെ നിങ്ങളെ പത്രക്കാരും മാധ്യമങ്ങളും കടലാസ് പുലിയെ പോലെ ഇങ്ങനെ വലുതാക്കി 3 പേര് 3 രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയല്ലേ? ഇവിടെ BJPക്ക് എന്ത് രാഷ്ട്രീയ? വയനാട്ടിൽ CPIയുടെ ദേശീയ നേതാവ് ആനി രാജയാണ് മത്സരിക്കുന്നത് അല്ലേ? CPM ഒരു മിനിറ്റ് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാര് പോലും പോകുന്നില്ല. ബൃന്ദ കാരാട്ട് പോലും അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാ? വൈ?
അവിടെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാല് ആ. ഈ കോൺഗ്രസിന് ഇനിയും നേരം വെളുക്കാത്തോണ്ടാ. കോൺഗ്രസ് BJP-യെ നേരിടാൻ വരുന്നത് കേരളത്തിലേക്കാ. ഉത്തരേന്ത്യയിൽ എവിടെങ്കിലും പോയി മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി BJP-ക്കെതിരെ അദ്ദേഹം ഉണ്ടപ്പൊരു യാത്ര നടത്തുക എന്നല്ലാതെ എന്തെങ്കിലും അർത്ഥത്തിൽ ആ യാത്രയിൽ ഒരു രാഷ്ട്രീയം പറഞ്ഞോ? ബോണ്ടന്റെ വലിപ്പവും പൊറാട്ടിന്റെ വലിപ്പം നോക്കി ഇന്ത്യയുടെ തെരുവീതികളിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹം, ആ യാത്ര ചെയ്തിട്ടുള്ള മനുഷ്യൻ ഈ BJP-യെ നേരിടേണ്ടത് ഈ കേരളത്തിലാണോ? അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ അല്പത്തരം, രാഹുൽ ഗാന്ധിയുടെ അല്പത്തരമാണ്. ആ രാഹുൽ ഗാന്ധിയുടെ അല്പത്തരമാണ്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റും എല്ലാ സെക്രട്ടറിയും സോണിയാഗാന്ധിയും മറ്റേ ഇവരും കൂടി അങ്ങോട്ട് വരേണ്ടതുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, രാഹുലിനെ പരാജയപ്പെടുത്താൻ നിങ്ങളുടെ CPM-ന്റെ എല്ലാ മെഷീനറിയും അവിടെയല്ലേ, വയനാട്ടിലല്ലേ നിങ്ങൾ അത് പ്രയോഗിക്കേണ്ട അവിടെയല്ലേ?